1921 കൊച്ചിയിലെ ഇടപ്പള്ളിയിൽ സ്ഥാപിച്ച സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എന്നൊരു സംഘടന മലയാള ഭാഷാ സാഹിത്യത്തിന് വിലപ്പെട്ട സംഭാവന നൽകിയിരുന്നു. കേരളത്തിൻ്റെ മുൻനിരയിലുള്ള എഴുത്തുകാരന്മാരെല്ലാം തന്നെ ഇതിന് കീഴിലായിരുന്നു. എന്നിരുന്നാലും അപ്പൻ തമ്പുരാൻ, വള്ളത്തോൾ, ഉള്ളൂർ, ജി ശങ്കരക്കുറുപ്പ് എന്നീ എഴുത്തുകാരന്മാരാണ് ഈ ഒരു സംഘടനയെ വളർത്തിയത്. തുടർന്ന് 1931 കേരളീയ ദൃശ്യകലയുടെ ഉന്നമനത്തിനായിട്ട്, പ്രത്യേകിച്ച് കഥകളിയുടെ ഉന്നമനത്തിനായിട്ട് വള്ളത്തോൾ ചെറുതുരുത്തിയിൽ കലാമണ്ഡലം സ്ഥാപിച്ചു. അതിനുശേഷം 1944 രൂപം കൊടുത്ത പുരോഗമന സാഹിത്യ സമിതി കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ വമ്പിച്ച വിപ്ലവം വരുത്തി. പിന്നീട് 1945 മലയാള സാഹിത്യ സൃഷ്ടികൾ ഭംഗിയായിട്ട് അച്ചടിക്കുവാനും എഴുത്തുകാരന്മാർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുത്തുകാരന്മാരെല്ലാം ചേർന്ന് കൂട്ടായി തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ആരംഭിച്ചു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ്, അതായത് 1946 നിലവിൽ വന്ന ഗ്രന്ഥശാലാ സംഘം കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയിലെ മറ്റൊരു നാഴികക്കല്ലായി മാറി.